ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തല അജിത്തിന്റെ ഹിറ്റ് ചിത്രം മങ്കാത്തയുടെ റിലീസും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിലവിൽ ഈ ആഴ്ച അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ OTT അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയാണ്. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൌക്കത്ത്, വിശാഖ് നായർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ അദ്വൈത് നായർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കമിയറോടി വന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറുകയാണ്. ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം 20 കോടിക്കുമുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 4ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 3 കോടിക്കുമുള്ള മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇന്ന് 10 കോടി രൂപയോളം സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചിത്രം 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 30 കോടി പിന്നിടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമെത്തിയ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. സർവമായ എന്ന് പറയുന്ന സിനിമ വൻ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിജയം ആവർത്തിക്കാൻ നിവിൻ പോളിക്ക് സാധിക്കുമെന്ന് നോക്കുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. നിവിൻ പോളി, ലിജോമോൾ ജോസഫ്, സംഗീത് പ്രദീപ്, അഭിമന്യു തിലകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഗരുഡൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മയായിരുന്നു ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന് 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 2 കോടി പിന്നിടാൻ സാധിച്ചപ്പോൾ 3ാം ദിനമായിട്ടുള്ള ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 80 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 3 കോടി രൂപയോളം സ്വന്തമാക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ടെത്തിയ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മീനാക്ഷി ദിനേശ്, അജു വർഗീസ്, ജോണി ആന്റണി, ജാഫർ ഇടുക്കി, അബിൻ ബിനോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നാദിർഷ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് ഞായറാഴ്ച ദിവസം അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഏകദേശം 20 ലക്ഷം രൂപയോളം ഇന്ന് സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 1 കോടി രൂപയോളം പിന്നിട്ടിട്ടുണ്ടെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഹിന്ദിയിൽ നിന്നും ഒരു വമ്പൻ ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നു. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബോർഡർ 2 എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗത്തേക്കാൾ വലിയ വിജയമാണ് 2ാം ഭാഗം തീർക്കുന്നത്. സണ്ണി ഡിയോളിനൊപ്പം തന്നെ വരുൺ സോനം ബജ്വ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം അനുരാഗ് സിംഗ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന് 3ാം ദിനമായിട്ടുള്ള ഞായറാഴ്ച ചിത്രത്തിന് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ഏകദേശം 51 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ 3 ദിവസത്തെ ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 157 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 140 കോടി രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 16 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയതാണ് സ്കാനിലേക്ക് പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു വിജയം സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് ബോർഡർ 2 മാറുമ്പോൾ മറ്റൊരു 1000 കോടി ചിത്രമായിട്ട് മാറുമെന്നും കണ്ടു തന്നെ അറിയണം. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം നോക്കണേ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമെത്തിയ സർവമായ എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സർവമായ എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളിക്കൊപ്പം തന്നെ അജു വർഗീസോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറുകയാണ്. തുടർച്ചയായിട്ടുള്ള 39 ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 35 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന് ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 149 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഫൈനൽ 150 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടും സർവമായ തന്നെയാണ് ഇപ്പോഴും ട്രെൻഡിങ് മുന്നിൽ തന്നെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തല അജിത്തിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായിട്ട് മാറിയ മങ്കാത്ത എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഈ വെള്ളിയാഴ്ചയായിരുന്നു. 2011 തിയേറ്ററിലോട്ടെത്തിയ ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 2ാം വരവും തമിഴ്നാട്ടിൽ തല ആരാധകർ ആഘോഷമാക്കിയാണ്. ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് 3.5 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന് 2ാം ദിനം ശനിയാഴ്ച ഏകദേശം 2.5 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് തലാജിത്ത് നായകനായിട്ടെത്തിയ മങ്കാത്ത തന്നെ മാറുകയാണ്. റിലീസ് ചിത്രങ്ങളുടെ ഏറ്റവും വലിയൊരു റെക്കോർഡ് കളക്ഷൻ തന്നെ മങ്കാത്ത സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന് ഇന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 3 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിലവിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
മനശങ്കര വരപ്രസാദ് ഗാരു എന്ന് പറയുന്ന സിനിമയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർപ്പൻ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിരഞ്ജീവി, വെങ്കിടേഷ്, നയൻതാര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അനിൽ രവിപ്പുടി അണിയിച്ചൊരുക്കിയ ചിത്രം സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തി. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ആഴ്ചയിലോട്ട് കടന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് 13 ദിവസമായിട്ടുള്ള ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേട്ട് 4.25 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസായിട്ട് 4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 262 കോടി 25 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് മനശങ്കര വരപ്രസാദ ഗാരു എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.